അലൈഹി വസല്ലം തങ്ങൾ ആ സമ്പ്രദായം എടുത്തു കളയുകയാണ്. വളരെ ഡീപ്പ് റൂട്ട് ആയിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു അടിമ. എന്തുകൊണ്ട് ഇസ്ലാം ഒറ്റയടിക്ക് നിഷ്കാസനം ചെയ്തില്ല എന്ന ചോദ്യം അന്ന് നിലവിലുള്ള സാഹചര്യമോ ചരിത്രമോ പഠിക്കാത്തവരങ്ങനെ ചോദിക്കുക. അങ്ങനെ ഒരു പിഴുതെറിയാൻ പറ്റുന്ന സിസ്റ്റം ആയിരുന്നില്ല അന്നത്തെ സ്ലേവറി. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീൻ ഒരുപാട് കുറ്റങ്ങൾക്ക്, തിന്മകൾക്ക്, ഇസ്മുകൾക്ക് പ്രായശ്ചിത്തം വെച്ചത് കഫാറ. എന്താണ്? ഇത്ഖു റഖബത്തിൻ മുഅ്മിന, മുഅ്മിനായ ഒരാളെ ഇത്ഖ് ചെയ്യുക, മോചിപ്പിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നും കുല്ല യൗമിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും അടിമച്ചന്തയിൽ പോയി ഒരടിമയെ വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിന്നെ മോചിപ്പിച്ചു എന്ന് പറയുക പതിവായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോത്സാഹനം ചെയ്തുകൊണ്ടാണ് ആ സിസ്റ്റം ഇല്ലാതാക്കപ്പെടുന്നത്. അപ്പൊ ഇന്നത്തെ വേലക്കാരികളോ വേലക്കാരെയോ സംബന്ധിച്ചല്ല ഇബാദിക്കും വ ഇമാഇക്കും എന്ന പ്രയോഗം. അവര് വേലക്കാരാണ്, ഖാദിമുകളാണ്. ഖദം എന്ന് പറയുന്ന വിഭാഗമാണ്, എന്തല്ല, അടിമകളല്ല. ഇനി അല്ലാഹു പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. കല്യാണം കഴിക്കാതിരിക്കുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ അതുപോലെ തന്നെ അടിമ സ്ത്രീകളോ അടിമകളായ പുരുഷന്മാരോ യകൂനു ഫുഖറാഅ, അവർ ഫഖീറുമാരാണെങ്കിൽ, ഫഖീർ അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള ആളുകളാണെങ്കിൽ, യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവർക്ക് ഐശ്വര്യം കൊടുക്കും, അല്ലാഹു അവർക്ക് ഗിന നൽകും. പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അവരെ കല്യാണം കഴിപ്പിക്കാതിരിക്കല്ലേ. അല്ലാഹു തആല എന്ത് ചെയ്യും? അവർക്ക് അല്ലാഹു ഐശ്വര്യം കൊടുക്കും. അപ്പൊ കല്യാണം കഴിപ്പിക്കുന്നതിൽ ഉള്ള ക്രൈറ്റീരിയൻ നിങ്ങൾ നോക്കേണ്ടത് സമ്പത്തല്ല എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു. ജനങ്ങളാകെ നോക്കുന്നത് എന്താ? സമ്പത്ത്. അതാ നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ യകൂനു ഫുഖറാ, അവര് ഫഖീറന്മാരാണ്, കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷെ അവർക്ക് നിക്കാഹിന്റെ ചെലവൊക്കെ വഹിക്കാനും കല്യാണത്തിന് പുലർത്താനൊക്കെ കഴിയും. പക്ഷെ അവർ ഫഖീറുമാരാണ്, വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. അതിനെ ചൊല്ലി നിങ്ങൾ നിക്കാഹിനെ മുടക്കല്ലേ. യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് അല്ലാഹു ഐശ്വര്യം കൊടുത്തേക്കും. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കേണ്ട. നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോ, അല്ലാഹു അവർക്ക് ഐശ്വര്യം കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അവന്റെ നിഅമത്ത് വിശാലമാക്കി കൊടുക്കുന്നവനും അലീം, അത് ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണ്ട എന്ന് തീർച്ചയായും അറിയുന്നവനുമാണ് അല്ലാഹു ജല്ല ജലാലു. അതുകൊണ്ട് നിക്കാഹിന്റെ വിഷയത്തിൽ സമ്പത്ത് നോക്കി നിങ്ങൾ മാറി നിൽക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ ഷർത്തുകളായ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ക്രൈറ്റീരിയൻ, അതിന്റെ മാനദണ്ഡങ്ങൾ, അതിന്റെ മആയീർ എന്താണെന്നോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതങ്ങ് നടപ്പാക്കിക്കോളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഹദീസ് അല്ലേ, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. ഒരു ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സ്വഭാവം, അവളുടെ ദീൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കല്യാണം കഴിച്ചേക്കും. ഒരു ചെറുപ്പക്കാരൻ വന്നു, അയാളുടെ ദീനും ആ ചെറുപ്പക്കാരന്റെ സ്വഭാവവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഫസവ്വിജു എന്നാ കല്യാണം കഴിച്ചേ കൊടുത്തേക്ക്. നിങ്ങൾക്ക് പ്രായപൂർത്തിയായ മക്കൾ, കല്യാണം കഴിക്കാനുള്ള മക്കളുണ്ടെങ്കിൽ അവരെ വിവാഹം ചെയ്യിച്ചു കൊടുക്കും. ഇല്ലാ തഫഅലു, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ലോകത്ത് ഫിത്നയുണ്ടാകും, വലിയ ഫസാദും ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കല്ലേ. യകൂനു ഫുഖറാ, ദാരിദ്ര്യമാണ്. അവരൊന്നിപ്പോ മുമ്പൊക്കെ ഗൾഫുകാരനാണ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഭാഗത്തൊക്കെ പ്രത്യേകിച്ചു, അവിടെയൊക്കെ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഗൾഫിൽ എന്താണ് പണി, ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ, കല്യാണം കഴിഞ്ഞവളോ കൊണ്ടുപോകോ, എത്രയാവുന്ന ശമ്പളം, ഇതൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. യകൂനു ഫുഖറാ, നിങ്ങൾക്ക് അയാളുടെ ദീൻ ഇഷ്ടമായോ, അയാളുടെ സ്വഭാവം ഇഷ്ടമായോ, ഫസവ്വിജു, പിന്നെ നിങ്ങൾ മറ്റൊന്നിനും കാരണം പറഞ്ഞ് മാറ്റിവെക്കല്ല. ഫസവ്വിജു, നിങ്ങൾ കല്യാണം കഴിച്ചേ കൊടുത്തേക്കിൻ.
ഇല്ലെങ്കിൽ ഫിത്നയുണ്ടാകും. സമ്പത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കല്ലേ. ഈ യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹു അല്ലേ സമ്പത്ത് കൊടുക്കുന്നവൻ, സമ്പത്ത് എടുക്കുന്നവനും അല്ലാഹുവാണ്. ലില്ലാഹി മാ അഅത വലില്ലാഹി മാ അഖദ. എടുക്കുന്നവനും അല്ലാഹുവാണ്, കൊടുക്കുന്നവനും അല്ലാഹുവാണ്. കയ്യിലുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് അല്ലാഹു ഇത് എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ഇല്ലാത്തവർക്ക് എമ്പാടും അല്ലാഹു കൊടുക്കുന്നുണ്ട്. മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഔദാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഒരു കാരണവും നമ്മിലില്ലാതെ അല്ലാഹു തരുന്നതിനാണ് ഫദ്ൽ എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു, ഒരു ഗുണം ചെയ്തു, ഒരു നല്ല കാര്യം ചെയ്തു, ഒരു സ്വാലിഹായ അമല് ചെയ്തു, അതിന് അല്ലാഹു ഒരു പ്രതിഫലം തരുന്നു, അതിന് ഫദ്ൽ എന്നല്ല പറയാ, അതിന് അല്ലാഹുവിന്റെ സവാബാണ്. അല്ലാഹുവിന്റെ സവാബ്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, അങ്ങനെ കൊടുക്കുന്നത്. അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടുക. ചില മനുഷ്യന്മാരുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ മഹാനായ ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയൊരു ഖുർആൻ പണ്ഡിതനുണ്ട്, അമേരിക്കക്കാരനായ കാലിഫോർണിയയിൽ താമസിക്കുന്ന മഹാനായ ഷെയ്ഖ് ഹംസ യൂസഫ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ അവർ പറയാണ്, ജനങ്ങൾ പറയും ഞാൻ നല്ല സ്വഭാവക്കാരനാണ് അല്ലേ, നമ്മൾ നല്ല സ്വഭാവക്കാരെന്ന് പറയും. എന്തേ നല്ല സ്വഭാവക്കാരെന്ന് പറഞ്ഞാൽ ഐ ആം ഗുഡ് ടു ദോസ് ഹു ആർ ഗുഡ് ടു മീ. അതെന്ത് സൽസ്വഭാവം? എന്നോട് നല്ല നിലക്ക് പെരുമാറുന്നോടൊക്കെ ഞാൻ നല്ല നിലക്ക് പെരുമാറുള്ളൂ. അതല്ലല്ലോ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. എന്താ, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല എന്നിട്ടും അങ്ങോട്ട് നമ്മൾ സൽസ്വഭാവത്തിൽ പെരുമാറും. അപ്പോഴേ അത് ഹുസ്നുൽ ഖുലുഖാവുള്ളൂ അല്ലെ. ഇങ്ങോട്ട് കിട്ടുന്നത് തിരിച്ചു കൊടുക്കാം, ആർക്കാ കഴിയാത്തത്? നമ്മളെ സ്നേഹിക്കുന്നവരങ്ങോട്ട് തിരിച്ചു സ്നേഹിക്കുക, അതെല്ലാവർക്കും കഴിയും. അത് ചെയ്യാത്തവനാണ് നമ്മൾ ഒരു ഓഡ് പേഴ്സൺ എന്ന് പറയാ, ഒരു ഒറ്റയാൻ എന്ന് പറയാ. അങ്ങനെയാണ്. കാരണം അങ്ങനെയൊന്നും ഒരു കോമൺ സെൻസോ അങ്ങനെ ഒരു കോമൺ റെസ്പോൺസോ ഇല്ലെങ്കിലാ പ്രശ്നം അല്ലെ. ഇങ്ങോട്ട് നല്ല പെരുമാറുന്നവരോട് നല്ല അങ്ങോട്ട് അങ്ങനെയല്ല. ഇങ്ങോട്ടൊന്നും അവര് തരുന്നില്ല, ഇങ്ങോട്ട് അവർ നല്ല നിലക്കല്ല പെരുമാറുന്നത്. അവരോട് നമുക്ക് നല്ല നിലക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടോ, അപ്പോഴേ നമ്മളിൽ സൽസ്വഭാവം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ സ്വാഭാവികല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഒരു ഇഹ്സാൻ, അല്ലാഹു പറഞ്ഞ ഒരു നന്മ ചെയ്തില്ലെങ്കിൽ പോലും അല്ലാഹു ഇഫ്ളാൽ ചെയ്യും, അല്ലാഹു ഔദാര്യം ചെയ്യും. അതാണ് മിൻ ഫദ്ലി. നിങ്ങളൊന്നും എനിക്ക് തന്നിട്ടല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെയ്തിട്ടും ആവണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് തരാം. അത് അല്ലാഹുവിന്റെ ഫദ്ലാണ്. ഫദ്ലൻ മിനല്ലാഹി വ നിഅമ. അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും അല്ലാഹുവിന്റെ നിഅമത്തും അങ്ങനെയാണ്. അല്ലാഹു അങ്ങനെ ഔദാര്യം അല്ലാഹു ഇഷ്ടം പോലെ കൊടുക്കും. അല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു വിശാലമായവനാണ്. എന്താണ് വിശാലമായവൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗ അന്ന അവലക്കും വ ആഖിറക്കും, നിങ്ങളിൽ ആദ്യം വന്നവരും പിൽക്കാലത്ത് വരാൻ പോകുന്നവരും, വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും അല്ലേ, അവരെല്ലാവരും വഖഫു അലാ സുഈദിൻ വാഹിദ്, ഒരൊറ്റ മരുഭൂമിയിൽ ഒരു വിശാലമായ സ്ഥലത്ത് എല്ലാവരും നിൽക്കുകയാണ്. ഞാനും നിങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓരോരുത്തരും അവനവന് വേണ്ടതിന്റെ അത്ര കണക്ക് അല്ലാഹുവിനോട് ചോദിച്ചു. ഉടച്ചോനെ എനിക്ക് ഇന്നതൊക്കെ വേണം, അല്ലാഹു എനിക്ക് ഇന്നതൊക്കെ വേണം. നമ്മുടെ കയ്യിൽ ഒരു ലിമിറ്റ് ഇല്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഇത്ര പൈസ കിട്ടിയാൽ നമ്മൾ നിർത്തുമെന്ന് യാതൊരു കണക്കില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവാത്ത ഒരു പ്രകൃത മനുഷ്യനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ എല്ലാവരും ചോദിച്ചു. അങ്ങനെ എല്ലാവർക്കും അല്ലാഹു ചോദിച്ചത് മുഴുവനും കൊടുത്തു. ആർക്കൊക്കെ? എല്ലാ മനുഷ്യർക്കും, എല്ലാവർക്കും, ചീത്തവർക്കൊക്കെ, എല്ലാ ജിന്നുകൾക്കും. എവിടെ മുതൽ? മനുഷ്യരിൽ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരാൻ ജിന്നുകളിൽ ഇക്കാലം വരെ വന്നവരും വരാനിരിക്കുന്നവരുമായ മുഴുവൻ ജിന്നുകൾക്കും മനുഷ്യർക്കും ചോദിച്ചതെല്ലാം അല്ലാഹു കൊടുത്തു. മാ നഖസ ദാലിക, അല്ലാഹുവിന്റെ മലക്കൂത്തിൽ നിന്ന് ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു മിനൽ മുഹീത്ത്, ഒരു കടലിൽ ഒരു സൂചി മുക്കിയെടുത്താൽ ആ സൂചിയുടെ ദ്വാരത്തിൽ പറ്റിപ്പിടിക്കുന്ന വെള്ളത്തോളം പോലും അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് കുറച്ചു കളയില്ല. അല്ലാഹു ജല്ല ജലാലുഹു പറയാം. അല്ലാഹുവിന് തരാം. വാസിഅ, അതാണ് അല്ലാഹു വാസിഅ എന്ന് പറഞ്ഞത്. അല്ലാഹു വിശാലമായവനാണ്, അവന്റെ റഹ്മത്ത് വിശാലമാണ്. അലീം, ഈ റഹ്മത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് അല്ലാഹുവിനറിയാം. അങ്ങനെയാണ്, അല്ലാഹുവിനറിയാം ആർക്കാണ് കൊടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയും, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. മൻ കാന യുരീദുൽ ആജില, ദുനിയാവ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഖുർആൻ തന്നെ വമിനൻ നാസി മൻ യഖൂൽ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ,
എനിക്ക് ദുന്യാവ് തരണം പടച്ചവനെ, പൈസ വേണം പടച്ചവനെ, സമ്പാദ്യം വേണം എന്ന് മാത്രം ചോദിക്കുന്നവർ, മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തിൽ ഒന്നും അവർക്കുണ്ടാവൂല. പക്ഷെ ചില ആളുകൾ ചോദിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ഖൈറും തരണം പടച്ചവനെ, ആഖിറത്തിലും ഖൈർ തരണം പടച്ചവനെ. അങ്ങനെ ദുആ ഇറക്കണം. നമ്മുടെ ദുആക്ക് അവസാനിപ്പിക്കുമ്പോഴെങ്കിലും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് ചോദിക്കണം. അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പക്ഷെ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. പൈസ വേണം, എനിക്കിവിടെ ദുനിയാവിൽ ബിസിനസ് വേണം, എന്റെ കച്ചവടം വളരെ ഫ്ലറിഷ് ചെയ്ത് ഭയങ്കരനായിട്ട് ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര അവർ ചോദിക്കുന്നത് അത്രയും അതിനു മേലെയും നാം കൊടുത്തു എന്ന് വരും. ആർക്ക്? ലിമൻ നുരീദ്, നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അല്ലാഹു കൊടുക്കും. എന്തുകൊണ്ട്? വല്ലാഹു വാസിഉൻ അലീം. സമ്പത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്, അത് ആർക്ക് കൊടുത്താലാണ് ഖൈറെന്ന്, ആർക്ക് കൊടുത്താലാണ് അതുകൊണ്ട് വിപത്തെന്നെല്ലാം അറിയുന്നത് അല്ലാഹുവിനാണ്. അതുകൊണ്ട് അല്ലാഹു തആല കൊടുക്കും. അതിന്റെ കണക്കൊക്കെ അല്ലാഹുക്കേ അറിയുള്ളൂ. ആ തരുന്നത് നമ്മുടെ ഖൈറിനാണ്. നമ്മൾ വിചാരിക്കും, എന്താ എനിക്കിപ്പോ യൂസുഫ് അലി സാഹിബിന്റെ അത്ര, ഞാനും വന്നിട്ട് ഇത്ര കൊല്ലായില്ലേ, അല്ലെങ്കിൽ അല്ലേ എന്റെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഇങ്ങനെ, അവൻ SLC പോലും പാസ്സായിട്ടില്ല, ഞാനിപ്പോ എന്തെല്ലാം കഴിഞ്ഞിട്ടാ ഇരിക്കുന്നത്, എന്താ ഇപ്പൊ അല്ലാഹു എനിക്ക് ഇങ്ങനെ. നമുക്ക് ആ തരലാണ് ഖൈറ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മിലുള്ള സ്വലാഹോ, നമ്മിലുള്ള വിനയമോ, നമ്മിലുള്ള എളിമത്തരമോ, നമ്മിലുള്ള നന്മകളോ ഒരുപക്ഷെ അത്രമേൽ അള്ളാഹു നമുക്ക് തന്നെങ്കിൽ നമ്മിന്ന് വറ്റിപ്പോയേനെ. അള്ളാഹുവിനറിയാം ഇതാ നിനക്ക് ഖൈർ. അതുകൊണ്ടാണ് ആലിമീങ്ങൾ പറയാ, പടച്ചവനെ ദുനിയ അള്ളാഹുവെ നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യം എനിക്ക് തരല്ല പടച്ചവനെ. അള്ളാഹുവിനെ മറപ്പിച്ചു കളഞ്ഞേക്കും. എത്ര ആളുകളുണ്ട് അങ്ങനെ, എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുവിനും വേണ്ടി അമല് ചെയ്ത ഒരുപാട് ആളുകൾ അള്ളാഹു തആല സമ്പത്ത് കൊടുത്തപ്പോ എല്ലാം നിർത്തിപ്പോയി, എല്ലാം നിർത്തി ഒരുപാട് ആളുകൾ. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളില്ലേ. അതാണ് വാസിഉൻ എന്ന് പറഞ്ഞിട്ടല്ല അലീം. ആർക്കാണ് ഈ വിശാലത കൊടുക്കേണ്ടത്? ഇത് അള്ളാഹുവിനറിയും. അപ്പോ നിക്കാഹിന്റെ വിഷയത്തിൽ സമ്പത്ത് നിങ്ങളൊരു പ്രശ്നമാക്കല്ല എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ. എന്താ വരുമാനം, എന്താ പരിപാടി, എന്താണ് അവന്റെ ജോലി, എന്താണ് വരുമാനം, എന്താണ് ബിസിനസ്, നാട്ടിലാണോ ഗൾഫിലാണോ, എന്താണ് എന്ന ആ ഒരു ചോദ്യങ്ങൾ. ഞാൻ നോക്കിയത് എന്റെ മകൾക്ക് വരുന്ന എന്റെ മകളുടെ ഭർത്താവിന് ഞാൻ നോക്കുന്നത് ദീനാണ്. അവനിൽ ദീനുണ്ടോ, അവന്റെ സ്വഭാവമാണ്, ഇത് രണ്ടും നോക്കി. അവന്റെ സമ്പാദ്യം എന്താ ഞാൻ നോക്കിയിട്ടില്ല. ഇത് പറയേണ്ട തന്റെ ഇടം നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഉമ്മത്തിൽ വളർന്നു വരണം. അല്ലാഹു തആല ആ രീതിയിലേക്ക് നമ്മെ ആക്കി തീർക്കുമാറാകട്ടെ. അവർക്കൊന്നുമില്ല എന്ന് വിചാരിക്കുക, അതിനെന്താ പ്രശ്നം? നമ്മൾ എന്താ അവിടെ കൊണ്ടുവന്നത്? നമ്മുടെ കയ്യിലൊന്നുമില്ല, അള്ളാഹു തന്നതല്ലേ. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ദാറുൽ ഹുദയുടെ പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ടവർ. സമസ്ത കേരള ജമിഅത്തുൽ മുഅല്ലിമീനു വേണ്ടി, സമസ്തക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത, ദുനിയാവിലെ ഒരു ആഡംബരമോ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത വളരെ സാത്വികരായ വലിയൊരു ആലിമായിരുന്നു CH ഹൈദ്രോസ് മുസ്ലിയാർ. 4 മക്കളെയും പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തത്, ഇവരുടെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത് സമ്പത്ത് നോക്കി ആയിരുന്നില്ല. മദ്രസ മുഅല്ലിമീങ്ങളും സാധാരണക്കാരുമായ ആളുകൾക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവർക്കൊക്കെ ഇന്ന് അല്ലാഹു വലിയ ഐശ്വര്യം കൊടുത്തു, വലിയ നിഅമത്ത് കൊടുത്തു, വലിയ റാഹത്തിലാണ്. അന്നൊന്നുമില്ല. ഉസ്താദ് തന്നെ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോ അന്ന് ഉസ്താദിന്റെ ഭാര്യ പറഞ്ഞു, ഉസ്താദിനോട് പറഞ്ഞു, മകളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് പോയി നോക്കണ്ടേ, ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ, വാപ്പ എന്ന നിലക്ക് മകളുടെ പുരക്കൊന്ന് പോകണ്ടേ. മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ പുരക്കാണ് താമസിക്കുക. അങ്ങനെ പോയി തിരിച്ചു വന്നു. വർത്താനൊന്നും പറയുന്നില്ല, എന്താണ് കാര്യങ്ങളൊന്നും. അപ്പൊ നിങ്ങൾ പോയില്ലേ, ഭാര്യ ചോദിച്ചു. അപ്പോ പോയി. എന്നിട്ട് എന്താ വിവരങ്ങൾ, എന്താ നിങ്ങളൊന്നും പറയാത്തത്?
അപ്പൊ ചെന്ന സമയത്ത് അവിടെ അലക്കുന്ന സ്ഥലം ഒരു വഴിയുടെ പൊതുവഴിന്റെ പരിസരത്താ. ഉസ്താദ് നേരെ ചെന്ന് കുറച്ച് മട്ടലുകളൊക്കെ സംഘടിപ്പിച്ച് അവിടെ ഒരു മറുണ്ടാക്കി കൊടുത്തു. പിന്നെ പോരന്റെ ഉള്ളിൽ കയറി മകളെ വിളിച്ചു സംസാരിച്ചു. മകളോട് ഞാൻ ഉസ്താദ് പറയാണ്, മകളോട് ഞാൻ ചോദിച്ചു, നീ ഇന്നലെ രാത്രി ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിരുന്നോ? കല്യാണം കഴിഞ്ഞ അന്നേ. അപ്പോ മോള് പറഞ്ഞു, ഇല്ലപ്പാ ഇന്നലെ ചൊല്ലിയിട്ടില്ല, പുതിയ എണ്ണായി പോയ ദിവസല്ലേ. അവള് ഹദ്ദാദൊന്നും ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഓള വർത്താനൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു തിരിച്ചു പോന്നു. മഹാനായ നമ്മുടെ മക്കളൊക്കെ കയറി ചെല്ലുന്ന പുരക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടോ, അവിടെ വെള്ളം മുക്കേണ്ടി വരുമോ, അവിടെ മോട്ടർ ഉണ്ടോ, ഇതൊക്കെ നോക്കുന്ന രക്ഷിതാക്കൻ അവരുടെ ദുന്യാവ് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ചിന്തിച്ച പോലെ എന്നും പതിവാക്കി കൊണ്ടുവരുന്ന നന്മകൾ അവര് ചൊല്ലിയോ? ഇന്നലെ രാത്രി ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയോ? എന്താണ് ആ ചോദിക്കുന്ന ചോദ്യം? നോക്കി മുഅ്മിനെ, എന്താണ് അതിന്റെ മഹത്വം? തന്റെ മക്കൾ മരിച്ചുപോയാലും ഖബറിൽ അവർക്ക് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പാക്കേ അത് ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ പോയിട്ട് ചോദിക്കാറില്ല മക്കൾക്ക് ഇന്നലെ എന്തേ ഭക്ഷണം, ഇന്ന് എന്തേ ഉണ്ടായത്, എന്തൊക്കെയാ അവിടുത്തെ സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ. ആഖിറത്തിന്റെ വിഷയത്തെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? മഹാനായ സി.എച്ച്. ഉസ്താദ് ഇതിന്റെ വലിയൊരു മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമാറാകട്ടെ. കല്യാണത്തിന്റെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയോ എന്നാ ചോദിച്ചത്. യാ അല്ലാഹ്, ഇയകൂനു ഫുഖറാ, മരുമക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ വരുന്ന ആള് ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവരെ മുതലാളിമാരാക്കും. അള്ളാഹു അവരെ ഗനിയകളാക്കും. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ഇതിനെ തഫ്സീർ രേഖപ്പെടുത്തി ഒരു പിടി തഫ്സീറുകൾ ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് പറയും. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ ഖൗലുഹു തആല ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി എന്ന് പറഞ്ഞ വിഷയത്തിൽ ഫീഹി മസ്അലതാൻ, രണ്ട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, അൽ അസ്ഹു അന്ന ഹാദാ ലൈസ വഅദൻ മിനല്ലാഹി ബിഇഗ്നാഇ മൻ യതസവ്വജ്, കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിരിക്കും എന്ന ഒരു വാഗ്ദാനം ഇതിലുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതില്ല. കല്യാണം കഴിച്ചാൽ അല്ലാഹു പൈസ തരും എന്ന് ഇതിനർത്ഥമുണ്ടോ? അങ്ങനെ അർത്ഥം കൊടുക്കേണ്ടതില്ല. പക്ഷെ അല്ലാഹു തആല നിക്കാഹ് ദാരിദ്ര്യം കൊണ്ട് മുടങ്ങരുത് എന്ന് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബലിൽ മഅന, ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? ആര് പറയുന്നു? ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയാൻ, ലാ തൻദുറു ഇലാ ഫഖരി മൻ യഖ്തുബു ഇലൈക്കും ഔ ഫഖരി മൻ തുരീദൂന തസ്വീജഹാ ഫഫീ ഫദ്ലില്ലാഹി മാ യുഗ്നീകും. യാ അല്ലാഹ്, നമ്മൾ ഈ പറഞ്ഞതേ ആശയം. ബലിൽ മഅന, ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? ലാ തൻദുറു, നിങ്ങൾ നോക്കരുതേ, ഇലാ ഫഖരി മൻ യഖ്തുബു ഇലൈക്കും, നിങ്ങളിലേക്ക് വിവാഹ ആലോചനയുമായി വരുന്ന ഒരാളിന്റെയോ ഔ ഫഖരി മൻ തുരീദൂന തസ്വീജഹാ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മകൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പരക്കാർ, അവരുടെ ദാരിദ്ര്യമോ നിങ്ങൾ നോക്കരുതേ. ഫഫീ ഫദ്ലില്ലാഹി മാ യുഗ്നീഹിം, അല്ലാഹുവിന്റെ ഔദാര്യമുണ്ടെങ്കിൽ അല്ലാഹു തആല ഐശ്വര്യം തരില്ലേ. വൽ മാലു ഗാദിൻ വറായിഹുൻ, സമ്പത്ത് എന്ന് പറഞ്ഞത് രാവിലെ വരും വൈകുന്നേരം പോകും, ഇതല്ലേ. വലൈസ ഫിൽ ഫഖരി മാ യംനഉ മിനർ റഗ്ബതി ഫിൻ നിക്കാഹ്, നിക്കാഹിലുള്ള ഒരു ആഗ്രഹവുമായി വരുന്നതിന് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തടസ്സപ്പെടുത്തേണ്ടതില്ല. ഇതാണ് ഫഹാദാ മഅനൻ സ്വഹീഹ്, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട അർത്ഥം ഇതാണെന്ന് ലോകപ്രസിദ്ധനായ മുഫസ്സിർ മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. പക്ഷേ സ്വഹാബികളിൽ, ആലിമീങ്ങളിൽ, മുഫസ്സിരീങ്ങളിൽ ഇയകൂനു ഫുഖറാ, അവർ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു ഐശ്വര്യം തരും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ പിന്നെ അല്ലാഹു പൈസ തരും എന്നതിന് അർത്ഥമുണ്ടോ? കല്യാണം കഴിഞ്ഞോളൂ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവരുടെ ദാരിദ്ര്യമൊക്കെ ഇല്ലാതെയാക്കും എന്ന് ഇതിനർത്ഥമുണ്ടോ? ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് മുഫസ്സിരീങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അങ്ങനെ ഉണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായം അത് അല്ലാഹുവിന്റെ വാഗ്ദാനമല്ല. ഈ പറഞ്ഞത് സമ്പത്ത് നിങ്ങൾ നോക്കല്ല, നിങ്ങൾ നിക്കാഹ് ചെയ്യുന്നതിന് പരിഗണിക്കേണ്ട വിഷയങ്ങൾ മറ്റു പലതുമാണ് എന്ന് പഠിപ്പിക്കുകയാണെന്ന അഭിപ്രായത്തെ പ്രബലപ്പെടുത്തുന്നു ആര്? ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഖുദമാഇ സ്വഹാബ, സ്വഹാബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിനെ
വിവാഹം കഴിച്ചാൽ സമ്പത്ത് കിട്ടുമെന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു പറയല്ലേ, ദാരിദ്ര്യമുണ്ടെങ്കിൽ എന്താ, യുഗ്നിഹിമുല്ലാഹ്, അള്ളാഹു തആല ഐശ്വര്യം കൊടുക്കുമെന്ന് പറയുന്നില്ലേ? അതുകൊണ്ട് നിക്കാഹ് കൊണ്ട് അള്ളാഹു തആല ഐശ്വര്യം കൊടുക്കുമെന്നതിന്റെ സൂചനയുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാൽ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, അത്തിയുല്ലാഹ ഫീമാ അമറകും ബിഹി മിനൻ നിക്കാഹ്, അള്ളാഹു നിങ്ങളോട് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിക്കാഹ് ചെയ്യിൻ. യുൻജിസുലകും മാ വഅദകും മിനൽ ഗിന, നിങ്ങൾക്ക് ഐശ്വര്യം തരുമെന്ന് അള്ളാഹു കരാറ് ചെയ്തില്ലേ, അത് അള്ളാഹു വിട്ടുതരും. അപ്പൊ പൈസ അല്ലാന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കല്ല. അള്ളാഹു കല്യാണം കഴിച്ചാൽ ഐശ്വര്യം തരുമെന്ന് പറഞ്ഞില്ലയോ, അതുകൊണ്ട് നിക്കാഹ് ചെയ്തേക്കിൻ, ദാരിദ്ര്യം അള്ളാഹു നീക്കിത്തരും എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, വഅൻ ഉമറ വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവരും പറഞ്ഞിട്ടുണ്ട്, ഇൽതമിസു റിസ്ഖ ബിൻ നിക്കാഹ്, നിക്കാഹ് ചെയ്തിട്ട് നിങ്ങൾ റിസ്ക് തേടിക്കൊള്ളിൻ. പടച്ചോനെ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, കല്യാണം കൂടെ കഴിച്ചാൽ ഞാനും എന്റെ പെണ്ണും രണ്ടാളും പട്ടിണി കിടക്കുക എന്നല്ലാതെ എന്താകും എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറി നിൽക്കല്ലേൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ പറയുന്ന ആശയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള മൊത്തത്തിലുള്ള ചിന്തകളെ പൊളിച്ചെഴുതുന്ന സംഗതികളാണ്. നമുക്കൊന്ന് കേൾക്കാൻ വലിയ ഇഷ്ടമല്ല കല്യാണം കഴിക്കാത്തവർക്ക്. കഴിച്ചാലും പിന്നെ എന്തായാലും കഴിച്ചാലായത് എന്നെ പറ്റിയല്ലല്ലോ ഈ പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ട് അല്ലേ? കഴിക്കാൻ പോണവനപ്പൊ കുടുങ്ങിയത്, ഈ ക്ലാസ്സിന് വരണ്ടില്ല, ഇന്നിപ്പോ ഇത് കേട്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ വയ്യല്ലോ അല്ലേ? സുബ്ഹാനല്ലാഹ്. സമ്പത്ത് നോക്കല്ലേ, കയറി ചെല്ലുന്ന പെണ്ണിന് അവൾക്ക് സൗകര്യങ്ങളുണ്ടോ, അവരുടെ പുരക്കാർക്ക് എന്താണ് സാമ്പത്തിക വരുമാനങ്ങൾ എന്താ, ഇത് മാത്രം നോക്ക്. യാ അല്ലാഹ്, എന്തൊരു മാറ്റമാണ്. അല്ലാഹ് പറയുന്നത് നോക്കൽ, ഈ യകൂനു ഫുഖറ, ഇത് നിക്കാഹിന് പറയുന്ന ആയത്താണ്, നിക്കാഹിന്റെ ഖുത്ബയിൽ പറയുന്ന ആയത്താണ്. നിക്കാഹിന്റെ ഖുത്ബയിലൊക്കെ പറയില്ലേ ആയത്ത്, വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി വല്ലാഹു വാസിഉൻ അലീം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, യാ മഅശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ഹദീസ് അങ്ങോട്ട് പറഞ്ഞിട്ട് അഖൂലു ഖൗലി ഹാദാ, അത് കഴിഞ്ഞിട്ട് ഖുത്ബ കഴിഞ്ഞു, എന്നിട്ടാ പിന്നെ നിക്കാഹ്. എന്താ പറഞ്ഞത്? അവിടെ വെച്ചിട്ട് ചർച്ച, അമ്മാവന്മാര് കാത്തിക്കാണ്, അല്ലെങ്കിൽ പറഞ്ഞ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ, നിക്കാഹ് കഴിഞ്ഞിട്ടാണ് വാങ്ങാൻ. എവിടെ പറയണത്? ഇതൊന്നും പൈസക്ക് വേണ്ടി നടത്തേണ്ട ഏർപ്പാടല്ല എന്ന് പറഞ്ഞ ആയത്തൊക്കെ പറഞ്ഞിട്ട് അവർക്കത്തായിട്ടാണ് സ്വീകരിക്കുക. എന്താ യാ അല്ലാഹ്. ഒരു മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അൽ ഹാജ, നബിയേ ദരിദ്രനാണ്, ദാരിദ്ര്യമുണ്ട് നബിയേ, കയ്യിൽ പൈസ ഇല്ല നബിയേ, അങ്ങേയറ്റം ദാരിദ്ര്യമാണ്. പൈസ ഇല്ല, ദാരിദ്ര്യമാണ്, വിഷമമാണ്. തങ്ങളോട് വന്നിട്ട് ഒരുപാട് വിഷമങ്ങൾ പറയും. തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് വലിയ ദാരിദ്ര്യത്തിലാണ് നബിയേ, ഭയങ്കര പ്രയാസത്തിലാണ്. അലൈക ബിൽ ബാഅ, നീ പോയി കല്യാണം കഴിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈക ബിൽ ബാഅ, നീ പോയി കല്യാണം കഴിച്ചേക്ക്. ഒരു പൈസ ഇല്ല നബിയേ, പോയി കല്യാണം കഴിക്ക്. യാ അല്ലാഹ്. കല്യാണം കഴിച്ചാൽ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു ഐശ്വര്യം തരുന്നു പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് അല്ലാഹു ഒരുപക്ഷെ നിക്കാഹ് എന്ന കർമ്മം അല്ലാഹു ചെയ്താൽ ഐശ്വര്യം തരാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നിക്കാഹ് അങ്ങ് ചെയ്തേക്കിൻ, നിന്റെ ദാരിദ്ര്യം അല്ലാഹു നീക്കിത്തരും എന്ന ആശയം ഇതിലുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഈ ഹദീസ് മുഫസ്സിരീങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വിഷയം അത്തർഗീബു ഫിൻ നിക്കാഹ്, നിക്കാഹിൽ നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കണം. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു കൊണ്ടുപോകല്ല, അത് ദീർഘിപ്പിച്ചു കൊണ്ടുപോകും. അതങ്ങ് പിന്നെ ആവാം, അടുത്ത കൊല്ലഞ്ഞിപ്പോ ഈ ഒരു ലീവും കൂടെ കഴിഞ്ഞ് വരട്ടെ, നാട്ടിലൊക്കെ ഒന്ന് ഉഷാറായിട്ടൊന്ന്, ഇനി പിന്നെ അടുത്ത പോക്കില്ല, അങ്ങനെ നീട്ടല്ല. ഒരുവിധം നീ അത് സാധിക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ നീ അത് ചെയ്തു കൊള്ളണം എന്ന് പഠിപ്പിക്കാനാണ്. മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രസിദ്ധമായ തഫ്സീർ, തസൗഫിന്റെ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരുടെ തഫ്സീർ ഉണ്ട്, അൽ ബഹറുൽ മദീദ് ഫി തഫ്സീരിൽ ഖുർആനിൽ മജീദ്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസ് ഉദ്ധരിക്കാൻ, മൻ അഹബ്ബ ഫിത്രതി ഫൽയസ്തന്ന ബിസുന്നതി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹബ്ബ ഫിത്രതി, എന്റെ ഫിത്ര, എന്നിൽ അല്ലാഹു തആല ഏതൊരു നന്മയിലാണോ എന്റെ പ്രകൃതം അല്ലാഹു തആല എന്നെ ഒരുക്കി തന്നിട്ടുള്ളത്, എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്, എന്റെ ചര്യയും എന്റെ ഫിത്രയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫൽയസ്തന്ന ബിസുന്നതി, എന്റെ സുന്നത്തി നിങ്ങൾ സ്വീകരിക്കണം. വഹിയ നിക്കാഹ്, നിക്കാഹ് ചെയ്യുക,
വിവാഹം ചെയ്യുക എന്നത് എന്റെ ചര്യയാണ്, അത് സുന്നത്താണ്. അതുകൊണ്ടാണ് നമ്മൾ നിക്കാഹിനെ സംബന്ധിച്ച് ഇതൊരു ആചാരമാണെന്ന് മനസ്സിലാക്കല്ല. എല്ലാ സമൂഹങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ മതവിഭാഗങ്ങളിലും അതുണ്ട്. ചില മതവിഭാഗങ്ങളുടെ മതം എന്നറിയപ്പെടുന്ന തന്നെ ആകെ 1, 2, 3 വിഷയങ്ങളിലെ മതത്തിന്റെ നിയമങ്ങൾ തന്നെ നിലവിലുള്ളൂ. കല്യാണം കഴിക്കുമ്പോ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ, ഇത്രയൊക്കെ ചില ആചാരങ്ങളെ ചില മതങ്ങൾക്കുള്ളൂ. വേറൊന്നിലും ഒരു നിയമങ്ങളും ഇല്ലല്ലോ. ആവുന്ന പോലെയൊക്കെ ആകാം. അങ്ങനെ ഒരു വഴിപാടായിട്ട്, അങ്ങനെ ഒരു ആചാരമായി, ഒരു കസ്റ്റം അല്ല ഇത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ട്രഡീഷൻ, അവിടുത്തെ സുന്നത്താണ്. എന്റെ സുന്നത്ത് നിങ്ങൾ ഇഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്റെ സുന്നത്ത് ഇഷ്ടപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നർ റജുല യുർഫഉ ബിദുആഇ വലദിഹി മിൻ ബഅദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ അല്ലാഹു തആല ഉയർച്ച കൊടുക്കാൻ കാരണം യുർഫഉ ബിദുആഇ വലദിഹി മിൻ ബഅദിഹി, തനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു മകന്റെയോ കുട്ടിയുടെയോ മകളുടെയോ പ്രാർത്ഥന കൊണ്ട് ഒരാൾക്ക് അല്ലാഹു ഉയർച്ച കൊടുക്കും. അത് കിട്ടണമെങ്കിൽ മക്കൾ ജനിക്കണം. മക്കൾ ജനിക്കണമെങ്കിൽ നിക്കാഹ് വേണം. അപ്പോ നിക്കാഹിലൂടെ ജനിച്ച കുട്ടി കാരണം ഈ പിതാവിന് അല്ലാഹു മരണശേഷം പോലും അല്ലാഹു സ്ഥാനമാനങ്ങൾ ഉയർത്തിക്കൊടുക്കും. എത്രയോ വാപ്പമാർ, മരിച്ചുപോയിട്ടുള്ള വാപ്പമാർ, അവരുടെ ജീവിച്ചിരിപ്പുള്ള മക്കൾ വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന സ്വതക്ക, വാപ്പയുടെ പേരിൽ ചെയ്യുന്ന നന്മ, വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, ആ ഒരു ദുആ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട്, അവർക്ക് ചെയ്യുന്ന നന്മകളെ കൊണ്ട് അല്ലാഹു തആല ആ മരിച്ചുപോയ പിതാക്കന്മാരെ, ഉമ്മമാരെ അല്ലാഹു ഉയർത്തിക്കൊടുക്കുന്നു. സ്വർഗ്ഗലോകത്തിന്റെ വിവിധ തട്ടുകളിലേക്ക് ഉയർത്തുകയാണ്. അല്ലാഹു മാപ്പാക്കാതിരിക്കാൻ വിചാരിച്ച ചില പാപങ്ങൾ തന്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കുന്നില്ലേ? അങ്ങനെ ഒരു ഉയർച്ച ലഭിക്കണമെങ്കിലും മക്കൾ ഉണ്ടാകണം. അതുണ്ടാവണമെങ്കിൽ നിക്കാഹ് വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് ചെയ്തേക്കിൻ. എന്താ കാരണം പറയുന്നത്? മരണശേഷമെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ നല്ല മക്കൾ ഉണ്ടായാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ അദ്റക ലഹു വലദുൻ വഇൻദഹു മാ യുസവ്വിജുഹു ബിഹി ഫലം യുസവ്വിജു ഫഅഹ്ദത ഫൽഇസ്മു ബൈനഹുമാ. ഒരാൾക്കൊരു മകനുണ്ട്, ആ മകന് വിവാഹം ചെയ്യിക്കാൻ പറ്റുന്ന സാഹചര്യവുമുണ്ട്. മകൾക്ക് അല്ലെങ്കിൽ മകന് വിവാഹം ചെയ്തു കൊടുക്കാൻ, അവരെ ചെയ്യിക്കാനുമുള്ള സാഹചര്യമുണ്ട്. ഫലം യുസവ്വിജുഹു, ഈ വാപ്പ ആ മകന് കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഫഅഹ്ദത, ഇവൻ എന്തെങ്കിലും ഒരു കുഴപ്പമോ എന്തെങ്കിലും ഒരു തെറ്റോ ചെയ്താൽ ഫൽ ഇസ്മു ബൈനഹുമാ, കാരണം ആ തെറ്റിന്റെ കാരണക്കാർ വാപ്പയും മകനുമാകയാൽ ഇവർ രണ്ടുപേരും അത് വീതിച്ചെടുക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മക്കളുടെ വിവാഹ വിഷയങ്ങളൊക്കെ വാപ്പമാർ സീരിയസ് ആയിട്ട് ആലോചിക്കണം. മക്കൾ ഇങ്ങനെ ഒരു തമാശയിലൂടെ അങ്ങനെ പറഞ്ഞ് വാപ്പ കല്യാണം വേണ്ട, ഞാനും വലിയ ആൾക്കായിട്ടില്ലേ എന്നൊക്കെ, അതൊന്നും പറയാൻ കാത്തിരിക്കണ്ട. ആ കായി തുടങ്ങിയാൽ വളരെ തന്റെ ഇടത്തോടുകൂടെ നടത്തി കൊടുക്കുക. എന്തെങ്കിലും ഒരു വ്യഭിചാരത്തിലേക്ക്, ഒരു തോന്നിവാസത്തിലേക്ക് ഈ മകൻ അതിന്റെ ശേഷം പോയാൽ ഫൽ ഇസ്മു ബൈനഹുമാ, യാ അല്ലാഹ്, ആ ആള് ചെയ്യുന്ന ആ ചെറുപ്പക്കാരന്റെ തെറ്റ് വാപ്പയുടെയും മകന്റെയും ഇടയിൽ വീതിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കല്യാണം കഴിക്കാം. അപ്പൊ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കും, പഠിച്ചോനെ ഈ പറയണതൊക്കെ എന്റെ വാപ്പയും അമ്മ കേട്ടിക്കണമെങ്കിൽ ഇത്ര പെട്ടെന്ന് അല്ലേ, എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ ഈ ചെല്ലിരിക്കേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നല്ലോ എന്നല്ലേ പറഞ്ഞു കൊടുക്കാം. ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കാം. ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യങ്ങളെ പുരക്കാരല്ലേ കേൾക്കേണ്ടത് അല്ലേ? ഇവിടെ ഉള്ള ആൾക്കാര് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ബൈലക്സിലൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ വിഷയം മനസ്സിലാവും, വിഷയം എത്തിച്ചു കൊടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു മറ്റൊരു സമ്പ്രദായത്തെ പൊളിച്ചെഴുതുന്ന സംഗതിയാണ്. ലൗലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ യൗമുൻ വാഹിദ് ലലഖീതുല്ലാഹ ബിസൗജ. ദുനിയാവിൽ നിന്ന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കട്ടെ, എന്നാലും ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഒരു ഭാര്യ ഉണ്ടായിട്ടേ ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒറ്റ ദിവസമുള്ളൂ, നാളെ ഖിയാമത്ത് നാളാ, എന്നാ പിന്നെ ഞാൻ ഇന്ന് കല്യാണം കഴിക്കും
ഇനിയിപ്പോ എന്ത് കല്യാണം, ഇതിനൊക്കെ ഇപ്പൊ നേരണ്ടോ? എന്നാലും ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ അഅസബായിട്ട് എന്ന് പറഞ്ഞാൽ അൺമാരീഡ്, ഒരു കല്യാണം കഴിക്കാത്ത രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് തന്നെ ഞാൻ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുള്ളൂ. എന്തുകൊണ്ട്? ഫഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളിൽ ഏറ്റവും ശർറ് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഉസ്സാബുക്കും, കല്യാണം കഴിക്കാതെ നടക്കുന്ന ആളുകളാണ്. പറഞ്ഞത് ശരിയാണല്ലോ, നമുക്കൊക്കെ തോന്നൂലേ? നാട്ടിലിപ്പോ എന്ത് പ്രശ്നത്തിലും ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ അവരാണ് കള്ളുകൂടി തോന്നിവാസം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് നോക്കിയാൽ ആരാ? ഉസ്സാബുക്കും, കല്യാണം കഴിക്കാതെ നടക്കുന്ന ആൾക്കാരാണ്. നോക്കി നാട്ടിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ പറയില്ലേ, എന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, എന്നാൽ അവനൊരു ബോധം വരട്ടെ. അപ്പോ കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരു സമൂഹത്തിൽ ശർറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ സമയമായിട്ടുണ്ട്, അവർക്ക് അതിൽ ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് അത് നിക്കാഹിന്റെ കാര്യങ്ങൾക്കൊക്കെ കഴിയും ചെയ്യും. എന്നാലും ഒരു സെറ്റ് കൂടി കമ്പനിയായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ തോന്നിവാസം ചെയ്ത് ജീവിക്കുന്നവർ, ഇത് ഉസ്സാബുക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളിൽ കല്യാണം കഴിക്കാതെ നടക്കുന്ന ആളുകൾ ശിറാറുക്കും, നിങ്ങളിൽ ഏറ്റവും ശർറായവരാണ്. അത് പുരുഷന്മാർക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെയാണ്. കല്യാണം ഒരു ഭർത്താവിനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു പെണ്ണിനും അങ്ങനെയാണ്. ഇദാ തസവ്വജ അഹദുക്കും, എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ ഒരാൾ വിവാഹം ചെയ്താൽ അസ്സ ശൈത്വാനുഹു, അവന്റെ പിശാച് നിലവിളിച്ച് കരയുമെന്നാണ്, ആർത്തട്ടഹസിക്കും. അസ്സ ശൈത്വാനുഹു, അജ്ജ ശൈത്വാനുഹു, അവന്റെ പിശാച് നിലവിളിക്കും. യാ വൈല, നാശമേ, അസ്മ ഇബ്നു ആദമ തുലുസൈ ദീനിഹി, ഇബ്നു ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ, ഈ മനുഷ്യൻ, ഇയാൾ തുലുസൈ ദീനി, അവന്റെ ദീനിന്റെ 2/3 ഭാഗവും അവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അവനെ പഴപ്പിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ദീനിൽ 2 ഭാഗം കഴിഞ്ഞു, അവൻ ശരിയാക്കി. അല്ലേ? മൻ തസവ്വജ, ഒരാൾ കല്യാണം കഴിച്ചാൽ ഫഖദ്, അവന്റെ ദീനിന്റെ 3 ഭാഗമായി ദീനിനെ നമ്മൾ ഓഹരി വെച്ചാൽ അതിന്റെ 3/2 ഭാഗവും ക്ലിയർ ആയി ഒരു മനുഷ്യൻ നിക്കാഹ് ചെയ്താൽ ബാക്കിയുള്ള ആ ഒരൊറ്റ ക്വാർട്ടറിൽ അള്ളാഹുവിനെ, ആ 1/3 അള്ളാഹുവിനെ സൂക്ഷിക്കുക. 3/2 ഭാഗം ക്ലിയർ ആയി, ഒരു ഭാഗം കൂടെ നിങ്ങൾ സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞാലും ബാക്കി ജീവിത വിശുദ്ധിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പിശാച് കല്യാണം കഴിഞ്ഞാൽ നിക്കാഹിന്റെ അന്ന് പിശാച് നിലവിളിക്കാൻ, യാ അല്ലാഹ്, ഈ മുഅ്മിനായ മനുഷ്യൻ കല്യാണം കഴിച്ചു, ഇനി അവന്റെ ദീനിൽ ഞാൻ അവനെ പഴപ്പിക്കാൻ എനിക്ക് ഒരൊറ്റ ചാൻസേ ബാക്കിയുള്ളൂ, 3/1 ബാക്കിയുള്ളൂ, 3/2 അവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പിശാച് നിലവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത ആളുകൾ ശിറാറുക്കും, നിങ്ങളിൽ ഏറ്റവും ശർറായവരാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മിസ്കീനുൻ, മിസ്കീൻ, പാവമാണ്, മിസ്കീനാൻ, മിസ്കീനാൻ, റജുലുൻ ലൈസത ലഹു ഇംറഅ, ഒരു ഭാര്യയില്ലാത്ത പുരുഷൻ മിസ്കീനാൻ. വമിസ്കീനത്തുൻ മിസ്കീന, പാവപ്പെട്ടവളാണ്, മിസ്കീനത്താൻ. ഇംറഅത്തുൻ ലൈസ ലഹാ സൗജ്, ഒരു ഭർത്താവില്ലാത്ത പെണ്ണും മിസ്കീനത്താൻ. ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഇൻ കാനത് ഗനിയതൻ മിനൽ മാൽ, ഒരുപാട് സമ്പത്തുള്ള പെണ്ണാണെങ്കിലും മിസ്കീൻ തന്നെയാണോ, മിസ്കീനത്ത് തന്നെയാണോ? ഖാല വഇൻ, എത്ര സമ്പത്തുണ്ടെങ്കിലും ഭർത്താവില്ലാതെ കല്യാണം കഴിക്കാതെ നടക്കുന്ന പെണ്ണ് മിസ്കീനത്ത് തന്നെ. എത്ര സമ്പത്തുണ്ടായാലും കല്യാണം കഴിക്കാതിരിക്കുന്ന ചെറുപ്പക്കാരൻ, ഒരാൾ മിസ്കീൻ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാൻ, അർബഅത്തുൻ ലഅനഹുമുല്ലാഹു മിൻ ഫൗഖി അർശി, അല്ലാഹുവിന്റെ അർശിന്റെ മീതെ നിന്ന് അല്ലാഹു ശപിച്ചിട്ടുള്ള 4 വിഭാഗം. വഅമ്മനത അലൈഹിമുൽ മലായിക, ആ ശാപത്തിന് മലാഖമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുകയും ചെയ്തു. അല്ലാഹു അവരിൽ ഒരാളിലും നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. അല്ലദീ യഹ്സുറു നഫ്സഹു അനിൻ നിസാ, കല്യാണം കഴിക്കാതെ മാറി നിൽക്കുന്നവർ ഒന്നവരാണ്. കല്യാണം കഴിക്കാതെ മാറി നിൽക്കാൻ, യഹ്സുറു നഫ്സഹു അനിൻ നിസാ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അർത്ഥം, അതിന്റെ ആഴത്തിലേക്ക് ചിന്തിച്ചാൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം. കല്യാണം കഴിച്ചിട്ടും ഭാര്യയെ സമീപിക്കാതിരിക്കുക എന്നതിനർത്ഥമുണ്ട്. നമ്മളൊക്കെ പ്രവാസ ലോകത്തെ വെച്ച് ഹദീസൊക്കെ പറയുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബവുമായി യോജിക്കാനും അവരോട് കൂടെ ജീവിക്കാനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. മൻ യഹ്സുറു നഫ്സഹു അനിൻ നിസാ, ഭാര്യയിൽ നിന്ന് അകന്നു കഴിയാൻ. കല്യാണം കഴിച്ചാലും ഭാര്യയ്ക്ക് അവൾക്ക് വേണ്ട അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതെ
ഇബാദത്തിൽ മാത്രമായി നടന്ന് ഭാര്യയെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അത് ചെയ്യരുത് അല്ലെ. അവർക്ക് ഹക്കുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കാതിരുന്നാൽ നമ്മൾ കുറ്റക്കാരാണ്. ഫലാ യതസവ്വജു വലാ യതസറ, അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുകയോ വലാ യതസറ, അന്ന് അടിമകളായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ ജായിസാക്കിയിട്ടുണ്ട് ശരീഅത്ത്. അങ്ങനെ ശരീഅത്ത് പോലും ഇല്ലാതെ ഭാര്യമാരില്ലാതെ ജീവിക്കുന്ന അവസ്ഥ, അത്തരക്കാർ ശപിക്കപ്പെട്ടു. അടിമ സ്ത്രീയുണ്ട്, ആ അടിമ സ്ത്രീയെ സമീപിക്കാതിരിക്കുന്നു. എന്തുകൊണ്ട്? ഇവൾ പ്രസവിക്കാതിരിക്കാൻ. കാരണം ഒരു യജമാനന് തന്റെ അടിമയുമായി സമീപിച്ച് ആ അടിമയിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ പെണ്ണിന് വലത് എന്ന് പറയും. ആ കുട്ടി ജനിക്കുന്നതോടുകൂടെ അടിമ പെണ്ണ് പിന്നെ സ്വതന്ത്രയാകും എന്നാണ് ശരീഅത്തിന്റെ നിയമം. അപ്പോ ഈ കല്യാണം കഴിച്ചിട്ടേ ഇല്ല, എന്നാ പിന്നെ അടിമ സ്ത്രീയിൽ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ? അതുമില്ല. എന്റെ കുട്ടിയങ്ങ് ജനിച്ചാൽ പിന്നെ അടിമയില്ലാതെ ആയി പോവല്ലോ, എന്റെ സമ്പാദ്യം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അവരെയും സമീപിക്കാതിരിക്കുന്നവൻ. സ്ത്രീകളെ പോലെ പെണ്ണുങ്ങളെ പോലെ ആകൃതിയിലും രൂപത്തിലും വസ്ത്രധാരണത്തിലും പെണ്ണിനെ പോലെ ജീവിക്കുന്ന ഒരു പുരുഷൻ. പള്ളിയിലൊക്കെ ജുമുഅക്ക് വരെ കാണുന്നുണ്ട് ചില മുടിയൊക്കെ റിപ്പണൊക്കെ വെച്ച് കെട്ടിയിട്ട്. യാ അല്ലാഹ്, നല്ല ചെറുപ്പക്കാർ, നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ നല്ല ടീഷർട്ടും പാന്റൊക്കെ ഇട്ടിട്ട് വരിക. എന്താ ചെയ്യ? മുടി പെണ്ണുങ്ങളെ പോലെ. യതശബ്ബഹു ബിന്നിസാ, പെണ്ണിനെ പോലെ ജീവിക്കുന്ന ആണ്. മൽഊൻ, ശപിക്കപ്പെട്ടു. ആ ശാപത്തിന് അല്ലാഹുവിന്റെ മാലാഖമാർ അർശുകൾക്കപ്പുറം വെച്ച് തന്നെ ആമീൻ പറഞ്ഞുവെന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹദീസാണ് പറയുന്നത്. ആണുങ്ങളെ പോലെ ആകൃതി സ്വീകരിക്കുന്ന പെണ്ണും. മൂന്നാമത്തത് അങ്ങനെയാണ്. ആണുങ്ങളെ പോലെ, പുരുഷന്മാരെ പോലെ ലജ്ജയില്ലാതെ നാണമില്ലാതെ പുരുഷന്മാരുടെ വസ്ത്രവിധാനത്തിൽ ഞാനൊരു ആണാണെന്ന് വിചാരിച്ചോട്ടെ എന്ന രീതിയിൽ വേഷം കെട്ടുന്ന പെണ്ണുങ്ങളും ശപിക്കപ്പെട്ടുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഖലഖഹല്ലാഹു ഉൻസ, അവളെ അല്ലാഹു പെണ്ണായിട്ടാണ് പഠിച്ചത്, പക്ഷെ അവൾക്ക് ആണായിട്ടൊന്ന് നടക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ്. നാലാമത്തെ വിഭാഗം വമുദല്ലിലുൽ മസാകീൻ, പാവപ്പെട്ട ആളുകളെ പിഴപ്പിക്കുന്നവർ. ആ ഹദീസിന് വേറൊരു വിശദീകരണം മറ്റൊരു റിവായത്തിൽ വന്നു. ആ ഒരു മുതലാളി പാവപ്പെട്ട മിസ്കീന്മാരെ വിളിക്കാൻ, എല്ലാവരും വരിൻ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. അവരങ്ങോട്ട് വന്നാൽ എന്റെ അടുത്ത് ഒന്നുമില്ലട്ടോ, ഞാൻ തമാശ പറഞ്ഞതാണ്. ഇങ്ങനെ പാവപ്പെട്ടവരെ വേദനിപ്പിക്കുന്നവർ. അതേ ഹദീസിൽ തന്നെ വന്നു, ചില ആളുകൾ കണ്ണു കാണാത്ത ആളുകളോട് പറയും, നിങ്ങളുടെ മുമ്പിൽ ഒരു കല്ലുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പൊ ഇയാള് പേടിച്ച് വഴിമാറിപ്പോ അവിടെ ഒരു കല്ലുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ടോ ശാരീരിക അവസ്ഥകളെ കൊണ്ടോ പരീക്ഷിച്ച ആളുകളെ കളിയാക്കുന്നവർ. ചെയ്യാൻ പാടില്ല. ചില ആളുകളൊക്കെ കാലുകൊണ്ടൊക്കെ വേച്ച് നടക്കുന്ന ആളുകളൊക്കെ കളിയാക്കിയിട്ട് അതേപോലത്തെ ഒരു കുഞ്ഞിനെ അല്ലാഹു നൽകി പരീക്ഷിച്ചത് എന്റെ നാട്ടിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കളിയാക്കാൻ പാടില്ല. മുദല്ലിലുൽ മസാകീൻ, പാവപ്പെട്ട ആൾക്കാരെ ഇടങ്ങേറാക്കരുത്. അപ്പൊ പാവപ്പെട്ട ആളുകളെ വേദനിപ്പിക്കുക. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണ്, കല്യാണം കഴിക്കാതെ നടക്കുന്നവർ, അതിന് സൗകര്യവും കഴിവൊക്കെ അല്ലാഹു കൊടുത്തിട്ടും അത് ചെയ്യാത്തവർ, ഇവർ ശപിക്കപ്പെട്ടുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അതുകൊണ്ടാണ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ യസിഹു സുഹ്ദു ഫിന്നിസാ, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ സുഹ്ദ് ചെയ്യണ്ട. സുഹ്ദ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗതിക സുഖങ്ങളും മാറ്റി എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഞാൻ എന്റെ പെണ്ണിന്റെ കൂടെ കിടക്കില്ല, ഞാൻ അവളുടെ കൂടെ ഉറങ്ങില്ല, അല്ലെങ്കിൽ ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല. എന്തേ? ഞാൻ അള്ളാഹുലേക്ക് അടുത്തോട്ടെ, അത്രയും നേരം ഞാൻ നിസ്കരിച്ചോട്ടെ, അത്രയും നേരം ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ഒരു സുഹ്ദ്, ഒരു ത്യാഗം നിങ്ങൾ ചെയ്യല്ലേ. എന്തുകൊണ്ട്? ലിഅന്നഹുന്ന ഖദ് ഹുബ്ബിന ഇലാ സയ്യിദിസ് സാഹിദീൻ, ത്യാഗം ചെയ്ത സുഹ്ദ് ചെയ്തവരുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് ഏറ്റവും ഹബീബായത്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഭാര്യമാരല്ലേ.
അള്ളാഹുവിന്റെ റസൂലല്ലേ ഏറ്റവും വലിയ ത്യാഗം ചെയ്ത സാഹിദ് നബിയല്ലേ, തങ്ങളെക്കാളും വലിയ സാഹിദ് ഒന്നും ആകല്ലേ. കല്യാണം കഴിച്ച് പിന്നെ അവരെ സമീപിക്കാതിരിക്കുക, അവരുമായി ബന്ധപ്പെടാതിരിക്കുക, അങ്ങനെ ചെയ്യല്ലേ എന്ന് മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തസത്തുരി റളിയല്ലാഹു അൻഹു പറയാം. അക്കാഫ് ഇബ്നു വദാഅത്തുൽ ഹിലാലി, അക്കാഫ് ഇബ്നു വദാഅ അദ്ദേഹം സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, യാ അക്കാഫ് അലക സൗജ, നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? ഖാല ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. വലാ അമ, അടിമ സ്ത്രീയില്ലേ? ഖാല ലാ, ഇല്ല നബിയെ, അതുമില്ല. ഖാല വഅൻത സഹീഹുൻ മൂസിർ, ആരോഗ്യമുണ്ട്, പൈസയുണ്ട് കയ്യിൽ അല്ലേ? നഅം അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെ, അൽഹംദുലില്ലാഹ് നബി, അതൊക്കെ പൈസ ഒക്കെ ഉണ്ട്. ഫഇന്നക ഇദൻ മിൻ ഇഖ്വാനിശ് ശയാതീൻ, നീ എന്നാ പിന്നെ പിശാചിന്റെ സഹോദരന്മാരിൽപ്പെട്ട ഒരാളാണല്ലോ. അദ്ദേഹം കണ്ട് പേടിച്ചു. ഇമ്മാ അൻ തകൂന മിൻ റുഹ്ബാനിൻ നസാറ, ക്രിസ്ത്യാനികളിലെ പൗരോഹിത്യം കൊണ്ട് നടക്കുന്ന പുരോഹിതനാകണം നീ. വഇമ്മാ അൻ തകൂന മുഅ്മിന, അല്ലെങ്കിൽ നീ മുഅ്മിനായിക്കോ. ഫസ്നഅ മാ ബദാലക്, ഒന്നുകിൽ മുഅ്മിനായിക്കോ അല്ലെങ്കിൽ നീ വല്ല ക്രിസ്ത്യാനിയായിട്ടും ജീവിച്ചോ. കല്യാണം കഴിക്കാതെ നടന്ന് നീ വലിയ റുഹ്ബാൻ, പൗരോഹിത്യം സ്വീകരിക്കുന്ന പുരോഹിതനായിട്ട് നടക്കുകയാണോ, അല്ല മുഅ്മിനാവണോ? എന്താ ഫസ്നഅ മാ ബദാലക്, വേണ്ടത് ചെയ്തോ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചോ എന്നർത്ഥം. ഫഇന്ന സുന്നതന നിക്കാഹ്, നിക്കാഹ് നമ്മുടെ സുന്നത്താണ്, നമ്മുടെ ചര്യയാണ്, സുന്നത്താണ്. ഷിറാറുക്കും അസ്സാബുക്കും, അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ശർറ് നാട്ടിലുണ്ടാക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫിത്നയുണ്ടാക്കുന്നത്, നാട്ടിൽ വേണ്ടാത്തരം ചെയ്യുന്നത് അസ്സാബുക്കും, കല്യാണം കഴിക്കാത്ത ആളുകളാണ്. ഏറ്റവും മോശമായി മരിക്കുന്നവരും കല്യാണം കഴിക്കാത്തവരാണ്. കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരാളിൽ പിശാചിന്റെ ആയുധം ഫലിക്കുന്ന പോലെ മറ്റൊരാളിലും ഫലിക്കുന്നില്ല. എന്തൊരു മനോഹരമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊരു മനോഹരമായ ആശയം അല്ലെ? കല്യാണം കഴിക്കാത്ത ആളുകളെ വെച്ച് പിശാച് അമ്മാനമാടുന്നത് പോലെ കല്യാണം കഴിച്ചവരിതിന് വിട്ടില്ല. അല്ലാഹുത്താല തന്റെ ഇടം കൊടുക്കുന്നുണ്ട് നിക്കാഹിലൂടെ. അല്ലാഹുത്താല അവർക്ക് ഒരു ബുദ്ധികൂർമ്മത കൊടുക്കുന്നുണ്ട്, കാര്യബോധം കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിക്കാതെ നടക്കുന്ന, നമ്മൾ പറയില്ല ആ കല്യാണം കഴിക്കാത്ത ഒരാളാണ്, അവന് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനല്ലേ, അപ്പൊ എന്തു ആവാം. സുബ്ഹാനല്ലാഹ്, മരിക്കുമ്പോ അങ്ങനെങ്ങാനും മരിച്ചാൽ കല്യാണം കഴിക്കാനൊക്കെ അവസരം ഉണ്ടായി, അതിൽ നിയ്യത്തെങ്കിലും വേണം. നിയ്യത്തുൽ മുഅ്മിൻ ഖൈറും മിൻ അമൽ, നിയ്യത്ത് കൊണ്ട് അല്ലാഹു കൂലി തരും. നിയ്യത്ത് പോലും ഇല്ലാതെ നടക്കാൻ അല്ലാഹു എനിക്ക് സൗകര്യം തന്നാൽ ഇൻഷാ അല്ലാഹ്, അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ നടക്കുന്ന ആളുകൾ, അവർ മരിക്കുന്നത് പോലും മോശമായ മരണമാണ്. ഇല്ലാ അന്നൽ മുതസവ്വിജീന ഹുമുൽ മുതഹ്ഹറൂനൽ മുബറഊന മിനൽ ഖനാ, കല്യാണം കഴിച്ച ആളുകൾ അവരെ അല്ലാഹു വ്യഭിചാരത്തിൽ നിന്ന് ശുദ്ധിയാക്കി തരുന്നുണ്ട്, വ്യഭിചാരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്നാൽ കല്യാണം കഴിക്കാത്ത ആളുകളിൽ പിശാചിന്റെ ആയുധം പെട്ടെന്ന് ഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അക്കാഫ് ഇബ്നു വദാഅത്തുൽ ഹിലാലി, നിങ്ങൾ പോയി കല്യാണം കഴിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഉടനെ പറഞ്ഞു, നബി എനിക്ക് കല്യാണം കഴിച്ചേരിൻ. അങ്ങനെ പെട്ടെന്ന് ആ കല്യാണം നടക്കുകയാണ്. അവിടെ ആ ഹദീസിന്റെ ബാക്കി ഭാഗം അങ്ങനെയാണ്. അദ്വാഉൽ ബയാൻ, മഹാനായ ഇമാം ശൻഖീതി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ട അവരുടെ തഫ്സീറാണ് അദ്വാഉൽ ബയാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അല്ലാഹു തആല സമ്പത്ത് തരാം എന്ന് പറയുന്ന ഒരുപാട് വാഗ്ദാനം അല്ലാഹുവിന്റേത് ഖുർആനിൽ കാണാൻ കഴിയും. ഇന്നത് ചെയ്താൽ ഞാൻ സമ്പത്ത് തരാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിനക്ക് പൈസ തരും, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം തരും, അല്ലേ? അല്ലാഹു തആല അങ്ങനെയൊക്കെ കരാറ് ചെയ്തത് അല്ലാഹു തആല വീട്ടിൽ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ അവര് ദരിദ്രന്മാരാണെങ്കിൽ അല്ലാഹു ഐശ്വര്യം കൊടുക്കൂലേ എന്ന് പറയുമ്പോ, നിക്കാഹ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ഐശ്വര്യം കൊടുക്കും എന്ന് അല്ലാഹു കരാറ് ചെയ്യല്ലേ? അല്ലാഹു വാഗ്ദത്തം ചെയ്ത് അല്ലാഹു പാലിക്കൂലേ? അതുകൊണ്ട് അല്ലാഹു പാലിക്കും, അതുകൊണ്ട് നിക്കാഹിലൂടെ ഐശ്വര്യം കിട്ടും എന്ന് സ്ഥാപിക്കുകയാണ് മഹാനായ മുഫസ്സിർ ശൻഖീതി റഹിമഹുല്ലാഹ് അവരുടെ തഫ്സീർ അദ്വാഉൽ ബയാൻ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അല്ലാഹു നിഅമത്ത് തരാം എന്ന് പറഞ്ഞ ചില കാരണങ്ങൾ നമ്മൾ വിചാരിക്കും, നിഅമത്ത് കിട്ടണമെങ്കിൽ പിന്നെ MBA ഒക്കെ പഠിക്കണം. അല്ല, അപ്പൊ നമ്മളിപ്പോ ആർട്സ് ആയിട്ട് നടന്നിട്ട് നമ്മള് BA MA നടന്നിട്ട് എന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോയിട്ട് ഒരു BBA ഒക്കെ എടുത്താൽ എന്നാലൊക്കെ ഇപ്പൊ പൈസ ഉണ്ടാവുള്ളൂ. നമ്മളിത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടി നടന്നിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെയൊന്നുമില്ല.
ചില ആളുകൾക്ക് ഭയങ്കര ഒരു വാക് സാമർഥ്യം കൊണ്ടാണ് അയാളുടെ കച്ചവടം ഉഷാറാവുന്നത്. അങ്ങനെയും അല്ല. അങ്ങനെയൊക്കെ സാമർഥ്യമുള്ള ആളുകൾക്ക് ഇത് പച്ചപിടിക്കാതെ പോകുന്നതുണ്ട്. നല്ല വെൽ പ്ലാൻഡ് തുടങ്ങുന്ന എത്ര ബിസിനസ് പൊളിയുന്നുണ്ടെന്ന്, എന്തൊരു വളരെ ഉഷാറായിട്ട ലോഞ്ചിങ്, പക്ഷെ അതിന്റെ ഡിക്ലൈൻ നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മുടെ കണക്ക് കൂട്ടലൊന്നും അല്ല അള്ളാഹുവിന്റെ നിഅമത്തിന്റെയോ ഫദ്ലിന്റെയോ മിഅയാർ, അതിന്റെ മാനദണ്ഡം നമ്മുടെ കാഴ്ചപ്പാടല്ല. അല്ലാഹു തആല പറയുന്നു, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, ആർക്കെങ്കിലും അല്ലാഹു തആല റിസ്ഖിൽ പ്രയാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, പ്രയാസങ്ങൾക്ക് ശേഷം അല്ലാഹു തആല ആശ്വാസം നൽകുക തന്നെ ചെയ്യും. മുഅ്മിനീങ്ങൾക്ക് ഇത് ഭയങ്കരമായ സന്തോഷം നൽകുന്ന ആയത്താണ്. എപ്പോഴും അല്ലാഹു പ്രയാസപ്പെടുത്തൂല, പക്ഷെ ജീവിതത്തിൽ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരും. അത് ദുന്യാവല്ലേ, ഇത് ദുന്യാവാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ അതൊക്കെ എളുപ്പമാണ്. ദുന്യാവാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ എല്ലാം ഉഷാർ, പഠിച്ചവനെ അടുത്ത കൊല്ലാവുമ്പോഴേക്ക് നാട്ടിൽ ചെന്നിട്ട് ഒരു ഏക്കറും കൂടെ വാങ്ങണം, അതൊക്കെ ഇപ്പൊ ആഗ്രഹം എന്തെല്ലാം ആഗ്രഹിക്കാം, അതൊക്കെ ഇപ്പൊ നടക്കുവോ? അല്ലാഹു തആലയുടെ ഈ ദുനിയാവ് നമുക്ക് നിഅമത്തല്ല തരുന്നു. അല്ലാഹു തആല പരീക്ഷണങ്ങളും തരും. എന്തേ? നാളത്തെ നമ്മുടെ ലെവൽ അല്ലാഹു ഉയർത്തി തരണം. അതിനിവിടെ പരീക്ഷണം, മിഹ്നത്ത്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, പ്രയാസം സഹിച്ച് ജീവിക്കേണ്ട ലോകമാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് നിങ്ങൾ വെക്കണം. ഇതാണ് ദുനിയാവ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ലോകം. അപ്പൊ നമുക്ക് ജോലി നഷ്ടപ്പെടാം, കച്ചവടത്തിൽ ഒരു പരാജയം വന്നു, ശരീരത്തിൽ ഒരു അസുഖം വന്നു, പിന്നെ അല്ലാഹു ശഫിയാക്കി തന്നെന്ന് വരും അല്ലേ? മക്കളിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, ബുദ്ധിമുട്ട് വന്നു, കുറച്ചൊരു നേരത്തേക്ക് ചില പ്രയാസങ്ങൾ, ചില സമയം ഒരു മനുഷ്യന്റെ മുമ്പിൽ ദുനിയാവ് അല്ലെ മുഴുവനും അടയപ്പെടുന്ന ചില ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരും. എങ്ങനെ നോക്കിയാലും അല്ലാഹു ജോലി, നാട്ടിലോ ഉപ്പ അഡ്മിറ്റ് ആണ്, അവിടെ അങ്ങനെ നോക്കുമ്പോ കുട്ടിക്ക് സുഖല്ല, പടച്ചതമ്പുരാനെ ഭാര്യയാണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിൽ, ഇങ്ങനെയൊക്കെ എല്ലാ സമയം ചുറ്റുഭാഗത്തു നിന്നും ദുൽമത്തുകളാണെന്ന് മനുഷ്യന് തോന്നുന്ന ചില ഘട്ടങ്ങളുണ്ട്. അല്ലാഹു തആല ഒരു അബ്ദിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടുന്ന നേരമാണ്. നമ്മുടെ ഖൽബിൽ നിന്ന് എന്താ വരുന്നത്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, വ നിഅമൽ വകീൽ, ഞാൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന എന്റെ വക്കീലായ അല്ലാഹു, നിഅമ, ഏറ്റവും നല്ലവനല്ലയോ അല്ലാഹു. ആ ഒരു പ്രാർത്ഥനയും ചിന്തയും മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹു തആല തരുന്ന പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് നമ്മുടെ